ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾക്കൊരു പുരുഷനെ ഇഷ്ടപ്പെട്ടു, ആ പുരുഷനുമായിട്ട് നിങ്ങൾ ഡേറ്റിംഗ് ചെയ്യുന്നുണ്ടാവാം. ഇനി അതല്ല, ആ പുരുഷനുമായിട്ട് സംസാരിക്കാനും മിങ്കിൾ ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ട്. അങ്ങനെയെങ്കിൽ ആ വ്യക്തിയെ ഹുക്ക് ചെയ്യാനും പെട്ടെന്ന് തന്നെ നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമതായിട്ട്, നല്ല കോൺഫിഡൻസ് ഉള്ള പെൺകുട്ടികളെ പൊതുവെ പുരുഷന്മാർക്ക് ഇഷ്ടമാണ്. 100% പറയുന്നില്ല, ഒരു 80% പുരുഷന്മാർക്കും നല്ല കോൺഫിഡൻസ് ഉള്ള ആളുകളെ ഇഷ്ടമാണ്. അത് നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ടീമുണ്ട്, ഒരു 5-6 പേരടങ്ങുന്ന ഒരു ടീമാണ്. അതിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നതെങ്കിൽ ആ ടീമിലെ ഒരു ടീം ലീഡർ നിങ്ങളാണ്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുക്കുന്ന ഒരാളാണ് നിങ്ങൾ. അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നൽ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന പുരുഷനുണ്ടാവുകയാണെങ്കിലും നിങ്ങളോട് കൂടുതൽ ഒരു അറ്റാച്ച്മെൻറ്റും ക്രഷൊക്കെ തോന്നാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ബി എ ടീം ലീഡർ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നതും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട്, ഇപ്പോൾ അവർ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്ന സമയത്ത് വളരെ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് കേൾക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് ലിസൺ ചെയ്യുക. എപ്പോഴും നിങ്ങളുടെ മുഖത്ത് ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. ഇങ്ങനെ ഉള്ള ആക്ഷനിലൂടെയൊക്കെ അവർക്ക് നിങ്ങളോടൊരു കണക്ഷൻ ബിൽഡാവാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, നിങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരങ്ങോട്ട് ചോദിക്കുമ്പോഴേക്കും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താണോ ചോദിച്ചത് അതിന് വളരെ ഷോർട്ടായിട്ടുള്ള ആൻസർ നിങ്ങൾ ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് അവർക്ക് തോന്നാനും പാടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളോട് വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും വീട് എവിടെയാണെന്നുള്ള സ്ഥലം മാത്രം പറഞ്ഞാൽ മതി. വീട്ടിൽ ആരൊക്കെയുള്ളു, എന്തൊക്കെ വീട്ടിലെ അവസ്ഥകൾ, കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായോ? അങ്ങനെ എന്താണോ ചോദിക്കുന്നത് അത് ഷോർട്ടായിട്ട് ആൻസർ കൊടുക്കുക. നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഒരു മിസ്റ്ററി ഉണ്ടായിരിക്കണം. നിങ്ങളെക്കുറിച്ച് മുഴുവൻ ഡീറ്റെയിൽസും അവർക്ക് കിട്ടരുത്. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ആ ഒരു ചേസിങ് മെൻറ്റാലിറ്റി അവർക്ക് കുറയും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങോട്ട് ഇഷ്ടം കൂടാനും ഒരു അട്രാക്ഷൻ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ് അവരോട് ആദ്യത്തെ 1-2 കാഴ്ചയിൽ തന്നെ തുറന്നു പറയാതിരിക്കുക എന്നുള്ളതാണ്. പിന്നീട് ഗ്രാജുവലി കുറേ കാണുന്നു, മീറ്റ് ചെയ്യുന്നു, പരസ്പരം ഇഷ്ടത്തിലാവുന്നു, അതിനുശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രയോറിറ്റിയുമായി റിലേറ്റഡ് ആയിട്ടാണ്. ഇപ്പോൾ അവർ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോറിറ്റി തരുന്നു, ആ ഒരു ട്രാക്കിലോട്ട് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിനുശേഷം മാത്രമേ നിങ്ങൾ അവർക്ക് പ്രയോറിറ്റി കൊടുക്കാൻ പാടത്തുള്ളൂ. അതിനു മുമ്പ് നിങ്ങളെപ്പോഴും അവരെ അങ്ങോട്ട് വിളിക്കുക, മെസ്സേജ് അയക്കുക, കാണണമെന്ന് പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അങ്ങോട്ട് ചേസ് ചെയ്യാതിരിക്കുക. ഇങ്ങോട്ട് പ്രയോറിറ്റി തരുന്നുണ്ടെങ്കിൽ അത് കുറച്ച് തുടരട്ടെ. അങ്ങനെ നമുക്ക് 100% ഉറപ്പുണ്ട് ആ വ്യക്തി എനിക്ക് പ്രയോറിറ്റി തരുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ അങ്ങോട്ട് പ്രയോറിറ്റി കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ അട്രാക്ഷൻ കുറയാൻ അതൊരു കാരണമായി തീരും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, എല്ലാ സമയത്തും അവൈലബിൾ ആവാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരിക്കും. ജോലിയായിരിക്കാം, ഹോബീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കാം. എന്താണെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ സമയം മാറ്റി വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, സംസാരിക്കുക, ടെക്സ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എപ്പോഴും അവൈലബിൾ ആവാതിരിക്കുന്നതും അട്രാക്ഷൻ കൂട്ടാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ഈ ഒരു 4-5 പോയിന്റ്സുകൾ നിങ്ങൾക്ക് ഒരു പുരുഷനോട് ഇഷ്ടം തോന്നിയെങ്കിൽ ആ വ്യക്തിയെ ഡേറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം തുടർന്ന് മിങ്കിളിങ്ങും പരിപാടികളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വ്യക്തിയെ നമുക്ക് ഹുക്ക് ചെയ്യാനും നമ്മുടെ ആ ഒരു പ്രണയത്തിൽ വീഴ്ത്താനും സാധിക്കുമെന്നുള്ളതാണ്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ആവശ്യമുള്ള ആളുകൾ മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.